ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂട്ട് ക്ലൗഡൻസ്. ഞാൻ ഒരു ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തപ്പോഴേക്കും അത് പോയി. അപ്പോൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇവിടെ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഹണി എന്ന് പറയുന്ന ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് എൻ്റെ ജേണലിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ടേപ്പാണ് കേട്ടോ, ഒരു വാഷിംഗ് ടേപ്പാണ്. ഇതാണ് എൻ്റെ ജേണലിൽ തന്നെ കിട്ടിയ സ്റ്റിക്കറാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിനകത്തു നിന്ന് 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോയിൻ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു, അതും എടുത്തു. ഇതെനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിക്കറായിരുന്നു. ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതും അങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഈ സ്റ്റിക്കർ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. നമുക്കെടുക്കാം. ഇത് സുഖമായിട്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇവിടെ ആയിട്ട് ഒട്ടിക്കാം. ഇതിൻ്റെ അവിടെ കുറച്ച് സ്ഥലം ബ്ലാങ്ക് ആയി കിടക്കും. അപ്പോൾ അവിടെ ആയിട്ട് ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തോട്ട് എഴുതാനുണ്ട്. ഫോറസ്റ്റിനെ കുറിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ബുക്ക്. ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്, നല്ല റേറ്റും കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത്രയും ഒട്ടിക്കാൻ അവിടെ സ്പേസ് ഇല്ലാത്ത കാരണം ഈ റിങ് എടുക്കാം. ആ റിങ് എടുത്തിട്ടുണ്ട്. ആ റിങ് എടുത്തത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ഗ്രേ, വൈറ്റ് അങ്ങനെ ഒരു തീമിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് പേജിന് മാത്രമേ ഇച്ചിരി ഡിഫറൻസ് ഉള്ളൂ, ഒരു ക്രീം കളർ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് എടുത്തറിയാൻ വേണ്ടി നമ്മൾ പെൻസിൽ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തുനിന്ന് ഇത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഈ ഇപ്പുറത്തോട്ടും നമുക്കിവിടെ തോട്ട് എഴുതാനുള്ള സ്പേസ് ആയിരുന്നു, പക്ഷേ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് എഴുതുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ എഴുതണ്ട. ഈ സ്റ്റിക്കർ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇതെല്ലാം കാണിക്കാം. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ നടുക്കുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് മാറ്റാം. വേണമെങ്കിൽ ഇതും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ടും ഒട്ടിക്കാം. അങ്ങനെ ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറേ ഇതുണ്ട്. നല്ല എസ്തെറ്റിക് സ്റ്റിക്കേഴ്സാണ്. എല്ലാ തീമിൻ്റെയും കൂടെ ചേരുന്ന ഒരു ടൈപ്പ് സ്റ്റിക്കറാണിത്. പല ഷെയ്ഡാണിത്. എല്ലാം ഗ്രീനുള്ള പല ഷെയ്ഡ്സ് ഉണ്ട്, കണ്ടോ. വൈറ്റ്, ഫോറസ്റ്റ് തീമിലൊക്കെ വെച്ചിട്ട് ഇത് ഞാൻ അങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് എടുത്തതാണ്, ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന. ഇതിനകത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. നമുക്കിതെല്ലാം വെച്ചിട്ട് അടുത്തത് കാണിക്കാം. നമുക്ക് ജേണൽ ചെയ്യാൻ പറ്റിയല്ല കേട്ടോ, ഇത് നമുക്ക് ആർക്കെങ്കിലും ലെറ്റർ എഴുതി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതും നല്ല എസ്തെറ്റിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, കണ്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട് ഗ്രീൻ വെൽ ഡൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലും അതുപോലെ തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.